ഒരു വ്യക്തി തനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്യക്തി തനിക്ക് ഒരു കാര്യം ചെയ്യുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ രണ്ട് തലങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഒരാൾ വിജയചിന്തയുടെയും മറ്റൊരാൾ പരാജയ ചിന്തയുടെയും വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന കേട്ടിട്ടില്ലേ, നാം ചിന്തിക്കുന്നത് പോലെ നാം ആയി മാറുന്നു എന്ന്. പക്ഷേ എല്ലായിടത്തും നമ്മളങ്ങനെ ചിന്തിക്കുന്നത് പോലെ ആയി മാറാറുണ്ടോ? ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. അങ്ങനെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? എൻ്റെ കാര്യത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ, ബാല്യകാലത്ത് ഒരു കാർ മേടിക്കാൻ എനിക്ക് എന്തെങ്കിലും കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് എനിക്കത് മേടിക്കാനുള്ള കഴിവുണ്ടായി. ഇതുപോലെ തന്നെ പരീക്ഷയിൽ വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന എത്രയോ കുട്ടികൾ പരീക്ഷാഫലം വന്നപ്പോൾ തോറ്റുപോയിട്ടുണ്ട്. താൻ തോൽക്കുമെന്ന് കരുതിയിരുന്ന പല കുട്ടികളും റിസൾട്ട് വന്നപ്പോൾ വിജയിച്ചിട്ടുമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നടക്കുകയില്ല എന്നതിനുള്ള തെളിവുകളാണിത്. ഞാനിത് ഇവിടെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല, ലോകത്ത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിശദമാക്കി എന്നതേ ഉള്ളൂ. നാം ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കണക്കിലെടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനോടൊപ്പം, ഈ ചിന്തകൾക്കൊപ്പം നമ്മളത് നേടിയെടുക്കുവാനുള്ള കഠിനമായ പരിശ്രമം നടത്തണം. അതായത് ആക്ഷൻ കൂടാതെയുള്ള ചിന്തകൾക്കൊന്നും വലിയ പ്രയോജനമൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ ആക്ഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിപരീത ഫലവും ഉണ്ടായി വന്നേക്കാം. ഈ പ്രപഞ്ചം അങ്ങനെയൊക്കെയാണ്, ഇതിന് ചില നിഗൂഢതകളൊക്കെ ഉണ്ട്. എല്ലാം എല്ലായ്പ്പോഴും അങ്ങനെ ശരിയായി കിട്ടുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പണിപ്പെട്ടാലും ചില സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം. പക്ഷെ ഞാനത് നേടിയെടുക്കുമെന്ന് ഉറച്ച ചിന്ത നമുക്ക് ഏതൊരു പരാജയത്തിൻ്റെ സമയത്തും ഉണ്ടെങ്കിൽ നമുക്ക് ആ പരാജയത്തിൻ്റെ ആഴത്തെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അത് പതിയെ പതിയെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും നമ്മളെ നടന്നെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.